നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. നിങ്ങളോട് എനിക്ക് കടുത്ത പകയൊന്നുമില്ല. പകയേക്കാൾ ഏറെയുള്ളത് സഹതാപമാ. ഗുരുഭക്തി കൊണ്ടും കടപ്പാടുകൊണ്ടും ഗുരു സമ്മാനിച്ച വിഴുപ്പ് ചുമക്കാൻ വിധിക്കപ്പെട്ട ആൾ. ഓരോ മാസവും അടിമത്തത്തിന്റെ എരിഞ്ഞു കിട്ടുന്ന ഓട്ടക്കാലണകൾ ഒപ്പിട്ട് വാങ്ങുന്ന ആൾ. ആഹാ, ഞാൻ ഭയന്നുപോയി. ഞാൻ പറഞ്ഞു തുടങ്ങിയിട്ടേ ഉള്ളൂ ജയശങ്കർ. എന്തായാലും ആദ്യം ചടങ്ങ് നടക്കട്ടെ. ഈശ്വര പ്രാർത്ഥന, മൗന പ്രാർത്ഥന, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ചെകുത്താന്റെ മുമ്പിൽ ആരും വേദപുസ്തകം വായിക്കത്തില്ലല്ലോ സുനിത. സുനിതയ്ക്കുള്ള പ്രാർത്ഥന ടൈപ്പ് ചെയ്ത 4 വരികളായി ടെർമിനേഷൻ ലെറ്ററിലുണ്ട്. റിസൈൻ ലെറ്റർ ഇന്നലെ തന്നല്ലോ, പിന്നെ എന്തിനാണ് ഒരു ടെർമിനേഷൻ ലെറ്റർ? അതിന്റെ സമയം കടന്നുപോയല്ലോ, അതുകൊണ്ടാണ് അങ്ങോട്ടൊന്ന് തരുന്നത്. വാങ്ങിച്ചാലും ആനുകൂല്യങ്ങൾ പൈസ കുറയാതെ അക്കൗണ്ടിൽ എത്തിയിട്ടുണ്ട്. To Sunita S. This is with deep regret that I inform you of your immediate termination from Akshara Hospital. This decision has been made due to the violation of hospital policy. Blah, 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 blah. എത്ര മനോഹരമായ വരികൾ, ഒരു കവിത പോലെ. എന്താണപ്പോ അടുത്ത ചടങ്ങ്? നീ തന്നെ ഇത് നിന്റെ കൂട്ടുകാരിക്ക് കൊടുത്തേക്ക്. ഈ പൂക്കളുടെ സുഗന്ധം സുനിതയുടെ ഇനിയുള്ള ജീവിത വഴികളിൽ ഉണ്ടാവട്ടെ. Best of luck. ഒരു ബെസ്റ്റ് ഓഫ് ലക്ക്. എടോ ജയശങ്കരെ, പിഴച്ചുപോയ തന്റെ മകൾ നടന്ന വഴികളേക്കാൾ 10,000 മടങ്ങ് സുഗന്ധം ഉണ്ടോ സുനിത നടന്നു വന്ന വഴികൾക്കും ഇനി നടക്കാൻ പോകുന്ന വഴികൾക്കും. ചുമ്മാ വിറപ്പിക്കാതെ മൂപ്പിലാനെ. നിങ്ങളെ പൊന്നുമോളെ പോലെ ഫാഷൻ ഷോ എന്ന് പറഞ്ഞ് ഞാൻ ഗോവയ്ക്ക് മുങ്ങിയിട്ടില്ല. സിന്തറ്റിക് ഡ്രഗ്സിന്റെ പുകയിൽ ഗോവയിലെ ഹോം സ്റ്റേകളിൽ മയങ്ങിക്കിടന്നിട്ടില്ല. ഗോവയിലെ ജയിലിലെ അഴികൾ എണ്ണ എടുത്തിട്ടില്ല. പിന്നെ ഒരു അവിഹിത കുരുപ്പിനെ വയറ്റിൽ ചുമന്നുകൊണ്ട് രായ്ക്ക് രാമാൻ തലയിൽ ഷോളിട്ട് വണ്ടി കയറി പോയിട്ടുമില്ല. നിന്റെ ചീഞ്ഞു നാർന്ന ഭൂതകാലം നിന്റെ ഭർത്താവിന്റെ മുന്നിൽ വെച്ച് എന്നെ വിളിച്ചു പറഞ്ഞതിൽ എനിക്ക് സന്തോഷമുണ്ട്. നീ നിന്റെ ഈ സ്റ്റാഫുകളുടെ മുമ്പിലൂടെ കിരീടം വെച്ച് നടക്കുന്നത് എനിക്കൊന്ന് കാണണം. ഇനി നീ സെക്കൻഡുകൾ എണ്ണി ഘടികാരത്തിലേക്ക് കണ്ണു നട്ടു നോക്കിയിരുന്നോ? നിന്റെ നല്ല സമയം തുടങ്ങുക ഇവിടെ നിന്ന്.
അക്ഷര, അക്ഷര, ഇങ്ങോട്ട് നോക്ക് അക്ഷര. ഏയ്, എന്താ അക്ഷര? ഏയ്, ഇത്രേ ഉള്ളൂ നീ. വാ, കഷ്ടം. പറഞ്ഞില്ലേ? കണ്ടില്ലേ സർ, വജ്രം പോലത്തെ കണ്ണുകൾ, തീനാളം പോലെ പറക്കുന്ന ചായം പൂശിയ മുടി, തലയെടുപ്പുള്ള നടത്തം, ആയിരങ്ങളുടെ ആരവങ്ങൾക്കിടയിൽ പതറാതെ നടന്ന അക്ഷരാ നിരഞ്ജൻ ഇപ്പോ ഉരുകുന്ന മെഴുകുതിരി പോലെ. ഇവൾ ഇങ്ങനൊരു പൊട്ടി. ആ ഭ്രാന്ത് പിടിച്ച സുനിത എന്തെങ്കിലും വിളിച്ചു പറഞ്ഞു എന്ന് വെച്ച്? സുനിത, ഷീസ് എ മാഡ് ഡോഗ്. പോകുന്ന പോക്കിൽ ആരെയൊക്കെ മുറിവേൽപ്പിക്കാമോ അതൊക്കെ സുനിത ചെയ്തു. അത്രേ ഉള്ളൂ. അതിന് സുനിതയ്ക്ക് അവകാശമുണ്ട്. ഏതൊരു കുറ്റവാളിയുടെയും മനുഷ്യ അവകാശം. അതിനെ അങ്ങനെ കണ്ടാ മതി. ഞാൻ ഇനി എങ്ങനെ അവിടെ ഉള്ളവരുടെ മുഖത്ത് നോക്കും? അതിന് നിനക്ക് എന്ത് സംഭവിച്ചു? പേക്കിനാവ് പോലത്തെ ഒരു ദിവസം ഒന്നുണർന്ന് മുഖം കഴുകുമ്പോ അത് അതിന്റെ വഴിക്ക് അങ്ങ് പോവും. പിന്നെ ഒന്നോർക്കുക, ഏതെങ്കിലും ഒരാളുടെയോ ഒരാൾക്കൂട്ടത്തിന്റെയോ നാവിൻ തുമ്പിലല്ല നമ്മുടെ അഭിമാനം. ആത്മാഭിമാനത്തിന്റെയും ആത്മവിശ്വാസത്തിന്റെയും ചിറകിൽ നമ്മൾ പറക്കാൻ തുടങ്ങിയാൽ പിന്നെ എറിഞ്ഞു വീഴ്ത്താനാവില്ല ആർക്കും. സർ, എനിക്ക് ഹോസ്പിറ്റലിൽ കുറച്ച് എമർജൻസി കേസുണ്ട്. ഞാൻ പോയിട്ട് വരാം. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ സാറിനെ വിളിച്ചാൽ മതി. ഇപ്പൊ നിനക്ക് മനസ്സിലായല്ലോ, സങ്കടത്തിന്റെ നെടുക്കടലിൽ പെട്ടു പോകുമ്പോ ആര് കൂടെ ഉണ്ടാവുമെന്ന്. സത്യത്തിൽ ഇവിടെ പരസ്യമായി അപമാനിക്കപ്പെട്ടതാരാ? നിരഞ്ജൻ. മുറിവേറ്റ് ചോര വാർന്നൊഴുകുന്ന മനസ്സുമായി നിൽക്കുമ്പോഴും ഒരു വാക്കുകൊണ്ട് പോലും നിരഞ്ജൻ നിന്നെ നോവിച്ചിട്ടില്ല. പകരം ചിരിച്ചുകൊണ്ട് ചേർത്ത് പിടിച്ചു. കഴിയുമെങ്കിൽ ഇനിയെങ്കിലും ജീവിതം എന്താണെന്ന് മനസ്സിലാക്കുക. എന്നിട്ട് ആ ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ നോക്കും.